VP മുസ്തഫ എല്ലാത്തിനും ചേർത്തുള്ള മറുപടി. എന്തായാലും പൊളിറ്റിക്കൽ ഫൈറ്റിന് CPM തയ്യാറായതിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. എന്തായാലും CPM-ഉം LDF-ഉം അതല്ല ഒരു പൊതു സ്വതന്ത്രനെ ആയിരുന്നു കണ്ടെത്തിയത് എങ്കിൽ അത് വിമർശനത്തിന് വിധേയമാകുമായിരുന്നു. ബാക്കിയുള്ള രണ്ടുപേരും പറഞ്ഞതിനുള്ള മറുപടി കൂടി താങ്കൾക്ക് പറയാവുന്നതാണ്. അതൊരു വിമർശനവും അതുപോലെ തന്നെ ആരോപണവും ഒക്കെയാണല്ലോ, രാഷ്ട്രീയ ആരോപണങ്ങൾ. അത് CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലുന്നതാണ്. CPIM ഏത് തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. അത് CPIM-ന്റെ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ മാത്രമേ രാഷ്ട്രീയ പോരാട്ടമാകൂ എന്ന തെറ്റായ ധാരണയൊന്നും ഞങ്ങൾക്കില്ല. കാരണം ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലും ഏത് ചിഹ്നത്തിൽ മത്സരിച്ചാലും അവിടെ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ കാര്യങ്ങളാണ്. അന്നത്തെ ഭരണ സാഹചര്യങ്ങൾ, അന്നത്തെ സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാർവദേശീയമായിട്ട് എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടെങ്കിൽ അത്, അല്ലാതെ നമ്മൾ കുടുംബകാര്യങ്ങളോ അടുക്കളപ്പുറത്തെ കാര്യങ്ങളോ പറഞ്ഞിട്ടല്ലല്ലോ പൊതു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വോട്ട് പിടിക്കുക. വോട്ട് പിടിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നയാൾ സ്ഥാനാർത്ഥിയായാലും അല്ലെങ്കിൽ ഇന്ന ചിഹ്നത്തിൽ മത്സരിച്ചാലേ രാഷ്ട്രീയ പോരാട്ടമാവൂ എന്നൊക്കെ കരുതുന്നത് തെറ്റായ നിഗമനമാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ CPIM 2 തവണയായിട്ട് അവിടെ വിജയിച്ചത് രാഷ്ട്രീയ പ്രവർത്തകനല്ലേ അദ്ദേഹം. PV അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? പഴയ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ വലിയ കോൺഗ്രസ് നേതാവിന്റെ മകനല്ലേ? ഉറച്ച കോൺഗ്രസ് കുടുംബത്തിൽ നിന്നല്ലേ അദ്ദേഹം വന്നത്. അതുകൊണ്ട് അവിടെ പറഞ്ഞത് ആ കോൺഗ്രസ് രാഷ്ട്രീയം, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറാനിടയായ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് അവിടെ വിജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ അല്ലാതായാൽ പൊളിറ്റിക്കൽ അല്ലാത്ത പോരാട്ടമൊന്നും നടന്നിട്ടില്ല. ഇപ്പൊ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉള്ള പോരാട്ടമാകുന്നു എന്ന് പറയാം എന്ന് മാത്രം. കുറെ കൂടി ശക്തമായ നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഗോപീഷ് താങ്കൾ തന്നെ അവരോട് ചോദിച്ചു, UDF-ന്റെ 2 പ്രതിനിധികളോടും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിനിധികളോട്, നിങ്ങളല്ലേ ഇങ്ങനെയെല്ലാം പറഞ്ഞിരുന്നത് സ്വരാജ് വരട്ടെ വരട്ടെ എന്ന്. എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഇതൊക്കെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ പറയുന്നത് എന്ത് രാഷ്ട്രീയമാണത്? ഇങ്ങനെ ഈ അമ്മാവൻ മരുമകൻ, നിങ്ങൾ ഇത് എത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കും? നിങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെയുള്ള ഈ ജൽപ്പനങ്ങളുമായിട്ട് പോകാൻ വേണ്ടി കഴിയും? എന്തെങ്കിലും ഒരു ബേസ് വേണ്ടേ? നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ, യുക്തി വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ പിണറായി, റിയാസ് ഈ ബന്ധം പറഞ്ഞിട്ട് പോയാൽ എത്ര കാലം നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ വേണ്ടി കഴിയും? ഇല്ലാത്ത കാര്യമാണോ ശ്രീ VP മുസ്തഫ? ഇല്ലാത്ത കാര്യമാണോ? അതൊരു രാഷ്ട്രീയ പ്രതിപക്ഷത്തിന് ഒരു ആരോപണം മാത്രമാണോ? 10 സെക്കൻഡ് സംശയം ശ്രീ മുസ്തഫ, അങ്ങ് വഴങ്ങാമോ? 10 സെക്കൻഡ് സംശയം. എന്താണ് കോൺഫിഡന്റ് ആയിരുന്നെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കാൻ നിങ്ങൾ ഇടവരുത്തിയത്? ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിയുന്നു. നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പൊ സ്വരാജ് നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളിൽ സ്വരാജോ കോൺഫിഡന്റ് ആയിരുന്നെങ്കിൽ ഇത്രയും ദിവസം അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി വരുമായിരുന്നില്ല. അവിടെ മത്സരിക്കാൻ അദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എടുത്ത സമയമാണ്, ആ ടൈം ലാഗാണ് ഞങ്ങൾ അടക്കമുള്ളവർക്ക് നിങ്ങളൊരു ട്രോൾ മെറ്റീരിയൽ ആവാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് നിന്ന് തന്നത്. അതിൽ യാതൊരു അത് അത്ര വലിയ സമയമാണോ ശ്രീ വസന്ത് തെങ്ങുംപള്ളി? ശരി മുസ്തഫ. വസന്തേ, നിങ്ങൾ എത്ര തെരഞ്ഞെടുപ്പുകൾ വസന്ത് ഈ പ്രായത്തിനുള്ളിൽ കണ്ടു? നമ്മളും കണ്ടു. എല്ലാ തെരഞ്ഞെടുപ്പിലും നോട്ടിഫിക്കേഷൻ വരുമ്പോ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? 2024 നിങ്ങൾ വലിയ വിജയം നേടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിങ്ങൾ എപ്പോഴാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്? നോട്ടിഫിക്കേഷൻ വന്ന ദിവസം. നിങ്ങളിപ്പോ നിലമ്പൂരിൽ ചെയ്തതുപോലെ കേരളത്തിലെ 20 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ അന്ന് UDF കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയാ 26/5/2025 എന്ന് പറഞ്ഞാൽ ഇന്ന് 30-ാം തീയതിയാ. കൃത്യം 5 ദിവസം, ഒരാഴ്ച പോലും ആയിട്ടില്ല. 5 ദിവസം മുമ്പാണ് ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. അന്നാണ് വസന്ത് പോലും അറിയുന്നത്, AICC പോലും അറിയുന്നത്. ഇതാ ജൂൺ 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഒരാഴ്ച മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്? 26/5 നോട്ടിഫിക്കേഷൻ വന്ന് അതിനുശേഷമാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഘടനാ രീതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. നിങ്ങൾ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വം കളമശ്ശേരിയിൽ അന്ന് പ്രത്യേകം യോഗം ചേരുന്നു. എന്നിട്ട് നിങ്ങൾ ഹൈക്കമാൻഡിനെ അയക്കുന്നു, ഹൈക്കമാൻഡ് അപ്രൂവ് ചെയ്യുന്നു. എന്നിട്ട് AICC പ്രസിഡന്റിന്റെ പ്രസ്താവനയായിട്ട് വരുന്നു. നിങ്ങൾക്കൊരു സംഘടനാ രീതി ഉള്ളതുപോലെ CPIM-ന് അതിന്റെ സംഘടനാ രീതിയില്ലേ? ഞങ്ങൾ എന്താ അന്ന് തന്നെ പറഞ്ഞത്? 30-ാം തീയതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. നിങ്ങൾ അന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഞങ്ങൾ തീയതി വെച്ചിട്ട് തന്നെയാ പറഞ്ഞത്. എന്തുകൊണ്ടാ പറയുന്നത്? ഇന്നത്തേക്ക് ഈ വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്.
ഇത് ജൂൺ 2-ാം തീയതിയെ നോമിനേഷൻ കൊടുക്കേണ്ടതുള്ളൂ. 2-ാം തീയതി നോമിനേഷൻ കൊടുക്കേണ്ടതുകൊണ്ട് തിടുക്കപ്പെട്ട് വേറൊരു സെക്രട്ടേറിയറ്റ് യോഗം ചേരേണ്ടതില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതുകൊണ്ടാണ് അന്ന് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ 30-ാം തീയതി പ്രഖ്യാപിക്കും. പക്ഷെ മറ്റൊരു കാര്യം കൂടി ശ്രീ VPP മുസ്തഫ, ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം നിലമ്പൂരിൽ മറ്റൊരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടി ഉടലെടുത്തിട്ടുണ്ട്. അത് PV അൻവർ എന്ന വ്യക്തിയാണ്. PV അൻവറിനെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ UDFന്റെ തീരുമാനം മിക്കവാറും അല്പസമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കുകയാണ്. ഈ കഴിഞ്ഞ പകൽ കൂടി കാത്തിരിക്കുന്നു എന്നായിരുന്നു PV അൻവർ പറഞ്ഞത്. അതുകൊണ്ട് ആ സമയവും കഴിയുകയാണ്. UDF ഇപ്പോൾ യോഗം ചേരുകയാണ് ഓൺലൈനായിട്ട്. തീരുമാനം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ അൻവറിന്റെ നീക്കം UDFനെതിരാണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലല്ലേ പൊതു സ്വതന്ത്രൻ എന്നതിൽ നിന്ന് മാറി പാർട്ടി സ്ഥാനാർത്ഥിയിലേക്ക് കാര്യങ്ങൾ പോയത്? അതായത് അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ള സൂചനകൾ, അതല്ലേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയം? മഞ്ജുഷേ, സ്വാഭാവികമല്ലേ അത്? നിങ്ങൾ എന്താ അതെന്തോ ഒരു അത്ഭുതം പോലെ കാണുന്നത്? എന്താണോ മൂർത്തമായ സാഹചര്യം, ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചല്ലേ യുക്തമായ തെരഞ്ഞെടുപ്പ് അടവുകൾ സ്വീകരിക്കുക. അതിലെന്താണ് ഒരു, അതായത് ഇപ്പോഴാണ് LDFന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ വികസിച്ച് വന്നിരിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഒരു വാക്ക് ഓവറിന്റെ സിറ്റുവേഷനിലായിരുന്നു UDF. അതുകൊണ്ട് പ്രതീക്ഷ വേണ്ട, പാർട്ടി സ്ഥാനാർത്ഥിയെ വെറുതെ രംഗത്തിറക്കി നാണം കെടേണ്ട. അതിൽ നിന്ന് ഇപ്പോൾ മാറി ചിന്തിക്കുകയാണ്. ഇപ്പോഴാണ് LDFന് ഒരു ആത്മവിശ്വാസം ഉണ്ടായത്. ഇനി തിരിച്ച് അൻവർ UDFുമായി സഹകരിച്ച് പോകാനാണ്, പൂർണ്ണമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പഴയ അന്തരീക്ഷത്തിലേക്ക് പോവുകയല്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതൊരു സാങ്കല്പിക ചോദ്യമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ചോദിക്കേണ്ടത്, ഈ ചോദ്യം ആരോടാ ചോദിക്കേണ്ടത്? ലീഗിന്റെയും കോൺഗ്രസിന്റെയും 2 പ്രതിനിധികളെ നിങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. LDFന്റെ ഒരാളെ മാത്രമേ ഇരുത്തിയിട്ടുള്ളൂ. ആ ലീഗിന്റെ UDFന്റെ 2 പ്രതിയോട് നിങ്ങൾ ചോദിക്കൂ. നിങ്ങൾ വലിയ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു, നിങ്ങൾ നേരത്തെ വലിയ രാഷ്ട്രീയ തീരുമാനം എടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് ഈ 5 ദിവസമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് 5 ദിവസമായിട്ട് എന്ത് അഡ്വാൻറ്റേജ്, എന്ത് മുന്നേറ്റം, എന്ത് മുൻകൈ ആ മണ്ഡലത്തിൽ UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞു? ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ കൂട്ടക്കുഴപ്പത്തിൽ കലാശിക്കുകയല്ലേ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മലപ്പുറത്തെ DCC പ്രസിഡന്റ് ജോയിയുടെ ഒരു വീഡിയോ കാണുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട്. നിങ്ങൾ നോക്ക്, അതിന്റെ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ഒരു നനവും കൂടി നിങ്ങൾ നോക്ക്. ഈ അമ്മാവന്റെയും മരുമവന്റെയും കുച്ചിപ്പുറം അടുക്കളപ്പുറം തേടി പോകുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിലെ ആ നേതാവിന്റെ ദയനീയമായ ആ വീഡിയോ ഒന്ന് നോക്ക്. നിരാശാബാധനും മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യത്തിന്റെ അവസ്ഥ ജോയിയുടെ ശബ്ദത്തിൽ നോക്കൂ. അൻവറിന്റെ പ്രശ്നം ഞങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായോ? ആരുടെ ഇടയിൽ അത് സംബന്ധിച്ച് കുഴപ്പമില്ല. ഇപ്പോ മഞ്ജുഷ സൂചിപ്പിച്ച പോലെ ഈ നിമിഷവും ഇങ്ങനെ വല്ലാതെ ഉദ്യോഗപരിതമായിട്ട് UDFന്റെ യോഗം ചേരേണ്ടി വരുന്നത് എന്തിനാ? ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ CK ഷാക്കിർ